ഓരോ സിവിൽ സർവീസ് ആസ്പിരൻസും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇൻറ്റഗ്രേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും, എന്താണ് ഇൻറ്റഗ്രേറ്റഡ് ലേണിംഗ് എന്ന് ഓർക്കുമ്പോൾ അല്ലേ? ഇൻറ്റഗ്രേറ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, സോ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുക, ആ വാക്ക് പോലെ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ലേൺ ചെയ്യുക. സോ എങ്ങനെയാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ലേൺ ചെയ്യുന്നത്? സോ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ആണ് അതിന് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം. ഓക്കെ, സിവിൽ സർവീസിന് നമ്മൾ ഒരുപാട് സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്. ഓക്കെ, ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്, പോളിറ്റി പഠിക്കുന്നുണ്ട്, ജോഗ്രഫി പഠിക്കുന്നുണ്ട്, ഇക്കോണമി പഠിക്കുന്നുണ്ട്, എൻവയോൺമെന്റ് പഠിക്കുന്നുണ്ട്, ഇന്റർനാഷണൽ റിലേഷൻസ് പഠിക്കുന്നുണ്ട്, ആർട്ട് ആൻഡ് കൾച്ചർ പഠിക്കുന്നുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ മൾട്ടിപ്പിൾ സബ്ജക്ട്സ്, വിവിധ തരം സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്ന ഒരു മേഖലയാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റഡ് ലേണിംഗ് വർക്ക് ആകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളൊന്ന് നോക്കുക. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുടെ ഓരോ സബ്ജക്ട്സിൻ്റെയും, ഇപ്പം നമ്മൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിലും, പോളിറ്റി എടുക്കുകയാണെങ്കിലും, ജോഗ്രഫി എടുക്കുകയാണെങ്കിലും, എക്കോണമി എടുക്കുകയാണെങ്കിലും, എൻവയോൺമെൻറ്റ് എടുക്കുകയാണെങ്കിലും, IR, ആർട്ട് ആൻഡ് കൾച്ചർ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഈ ഓരോ സബ്ജക്റ്റ് എടുത്ത് നോക്കിയാലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇത് തമ്മിൽ കണക്ഷൻസ് കാണാനായിട്ട് സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പാസ്റ്റിനെ പറ്റി പഠിക്കുന്നതാണ്. പാസ്റ്റ് ഈവൻസും പാസ്റ്റ് എക്സ്പീരിയൻസസും ഒക്കെ ആയിരിക്കും നമ്മളിവിടെ പറയുന്നത്. ഒരു വ്യക്തികളെ പറ്റി പറയും അല്ലേ, ചക്രവർത്തിമാരെ പറ്റി പറയും, അവരുടെ പോളിസീസിനെ പറ്റിയൊക്കെ നമ്മൾ പറയും. അപ്പം അതുമായിട്ട് വളരെ കണക്റ്റഡ് ആണ് പോളിറ്റി എന്ന് പറയുന്നത്, ഹിസ്റ്ററിയുമായിട്ട്. അതേപോലെ തന്നെ തിരിച്ചും പോളിറ്റി വളരെയധികം കണക്റ്റഡ് ആണ് ഹിസ്റ്ററിയുമായിട്ട്. ഇനിയും ഈ ഹിസ്റ്ററിയും പോളിറ്റിയും വെൽ കണക്റ്റഡ് ആണ് ജോഗ്രഫിയുമായിട്ട്. കാരണം ചുമ്മാ ഒരു മരുഭൂമിയിൽ പോയിട്ട് ആരും യുദ്ധത്തിന് പോകത്തില്ല. എന്തിനാ? മരുഭൂമിയുടെ ഒരു അധികാരത്തിന് വേണ്ടിയിട്ട് ആരും യുദ്ധത്തിന് പോകത്തില്ല. അവർ യുദ്ധത്തിന് പോകുന്നത് എന്തിനായിരിക്കും? റിസോഴ്സസ് ഉള്ള സ്ഥലങ്ങൾ നോക്കിയായിരിക്കും. ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും? ജോഗ്രഫി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പം ഹിസ്റ്ററിയെ നമുക്ക് അവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, പോളിറ്റി നമുക്ക് അവിടെ കണക്ട് ചെയ്യാം. കാരണം പോളിറ്റി എന്ന് പറഞ്ഞാൽ അധികാരമാണ്. ആ റിസോഴ്സസിനെ കൈയടക്കിക്കൊണ്ട് അവരെന്താണ് അവിടെ സ്ഥാപിക്കുന്നത്? അധികാരം സ്ഥാപിക്കുകയാണ്, പവർ സ്ഥാപിക്കുകയാണ്, അതോറിറ്റി സ്ഥാപിക്കുകയാണ്. ബിക്കോസ് ദാറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ ദം. അവർക്കത് എങ്ങനെയാണ് യൂസ്ഫുൾ ആകുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഇക്കണോമിക്കലി അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആകും. എന്താണ് ഈ പോളിറ്റി? അവരുടെ കയ്യിൽ ആ പവർ ഉള്ളപ്പോൾ, അധികാരമുള്ളപ്പോൾ അവർക്കതിനെ എന്തായിട്ട് ഉപയോഗിക്കാം? അവരുടെ എക്കണോമിക് സ്ട്രെങ്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. സോ ജോഗ്രഫി എക്കണോമിയായിട്ട് കണക്റ്റഡ് ആണ്, ജോഗ്രഫി പോളിറ്റിയായിട്ടും ഹിസ്റ്ററി ആയിട്ട് കണക്റ്റഡ് ആണ്, ഹിസ്റ്ററി പോളിറ്റി ആയിട്ടും ജോഗ്രഫി ആയിട്ടും എക്കോണമി ആയിട്ടും കണക്റ്റഡ് ആണ്. സോ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഇതൊന്നും ഇവിടുന്ന് ഇതും മാത്രമേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റില്ല. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഇനി ജോഗ്രഫി നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജോഗ്രഫിയിൽ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളുടെയും ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. പോളിറ്റിയുടെ വളരെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് വരുന്ന മറ്റൊരു മേഖലയാണ് IR എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹിസ്റ്ററിയുടെ വേറൊരു മേഖലയാണ് ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജോഗ്രഫിയുടെയും എൻവയോൺമെന്റിന്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്ന മറ്റൊരു മേഖലയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. പോളിറ്റിയുടെയും ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്ന മേഖലയാണ്. ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ നടക്കുന്നു, ആ ഡിസാസ്റ്ററിലേക്ക് ചിലപ്പം ഉണ്ടാകുന്ന, ആ ഡിസാസ്റ്ററിലേക്ക് വഴി വെച്ചിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നതൊക്കെ ചിലപ്പം ജോഗ്രഫിയും ഈ എൻവയോൺമെന്റും ഒക്കെ തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ അവിടെ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യം ഇടപെടുന്ന ആരാണ്? അതോറിറ്റി, സ്റ്റേറ്റ് അല്ലെ, ഗവൺമെന്റ് ആയിരിക്കും അവിടെ ഇടപെടുന്നത്. ആ ഗവൺമെന്റ് അവിടെ ഇടപെട്ടുകൊണ്ട് അവിടെ ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിക്കുന്ന ഇവിടെ എന്തിനാണ്? ആളുകളുടെ ജീവനും സ്വത്തിനും ഒക്കെ നാശനഷ്ടം സംഭവിക്കും അല്ലേ? സോ എക്കോണമിയെ വളരെയധികം ബാധിക്കുന്ന ഒരു ഏരിയയാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്റർ കണക്റ്റഡ് ആണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻറ്റഗ്രേറ്റഡ് ലേണിംഗ് ആയിരിക്കണം നിങ്ങൾ എപ്പോഴും നോക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഹിസ്റ്ററി ആയിട്ട് മാത്രം ഇരുന്ന് പഠിക്കരുത്. ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പോളിറ്റീവായിട്ടും ജോഗ്രഫിയായിട്ടും എക്കോണമി ആയിട്ടും ഒക്കെ കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ്, ഈ സബ്ജക്ട്സ് ഒക്കെ നമുക്ക് എളുപ്പമായിട്ട് മാറും. ഒരു പിക്ചർ കാണുന്ന പോലെ നമുക്കതിനെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാ ദിവസവും കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ,
ഈ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ന്യൂസ് പേപ്പർ. അതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മസ്റ്റ് ഡു ആക്ടിവിറ്റി ആയിരിക്കണം. ഓക്കെ, സോ ഇത്രയുമാണ് പറയാനുള്ളത് ഇൻറ്റഗ്രേറ്റഡ് ലേണിങ്ങിനെ പറ്റിയിട്ട്. ഇങ്ങനെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ലേണിംഗ് വളരെ ഈസി ആകും, നമ്മുടെ സമയം നമുക്ക് കൂടുതൽ സേവ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്കൊരു കാര്യത്തെപ്പറ്റി വളരെ ബ്രോഡർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ടും സാധിക്കും.